അവസാനത്തെ ബൂത്താണോ നമ്മുടെ? ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടെ ഉണ്ട്. 2 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി ബേബിച്ചൻ്റെ എസ്റ്റേറ്റ് ഇതൊക്കെ. ഇവിടെ ആരെന്തായാലും പുള്ളിയെ ജയിക്കുള്ളൂ. സാറ് ഈ ബൂത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്. 98 ഇലക്ഷൻ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഒരേറെണ്ണം കെട്ട സ്ഥലം സാറേ. യൂണിഫോം ഇട്ട് പോയില്ലേ? നമുക്ക് ഡ്യൂട്ടി നോക്കിയല്ലേ പറ്റും. മകൻ ഏത് മലമുകളാണെങ്കിലും നമുക്ക് വന്നല്ലേ പറ്റൂ. അതില്ലേ നമ്മുടെ വിധി. നമസ്കാരം സാർ. ജോസറേ, ഇതൊന്ന് പിടിച്ചേ. പിടിച്ചോ സാർ. സാർ താക്കൂ. നല്ല മഴക്കോണ്ടല്ലോ സാറേ. മതിയായിരുന്നു. ഈ മലമുകളിൽ കൊണ്ടുവന്ന് LP സ്കൂൾ വെച്ചാൽ ഈ പിള്ളേരെങ്ങനെ കയറി വരും സാറേ? പിള്ളേരല്ലേ, അവരൊക്കെ കയറി വന്നോളും. മാഷെ അങ്ങോട്ട് കയറാം. നമ്മനെ കേറാ. സാർ ആ ബാഗ് ഇങ്ങതാ, ഞാൻ പിടിച്ചോളാം. വേണ്ട വേണ്ട, കൊള്ളാട്ടോ. എന്നതാ? പഴയ സ്കൂളാ. നല്ല കൂളായ സ്ഥലം. ഹലോ ഹലോ, ഞാനിവിടെ എത്തി. റേഞ്ചില്ല. സാർ മാഡം ഒന്ന് പുറകോട്ട് മാറിക്കും. ഐ എം കൃഷ്ണമൂർത്തി, ഹലോ റിട്ടേണിംഗ് ഓഫീസർ. മിസ്റ്റർ ജോസ്, എല്ലാം ഓക്കെ അല്ലേ? എനി പ്രോബ്ലം? സാർ, ആ പിൻഭാഗത്ത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാം സാർ. ഒരു ലൈറ്റ് എങ്കിലും അറേഞ്ച് ചെയ്യണം സാർ. ഞാൻ ഒരു ഓഫീസറെ വിളിച്ച് പറയാം. താങ്ക് യു സർ. ഇതൊരു സെൻസിറ്റീവ് ബൂത്താണ്. പോളിംഗ് കഴിയുന്നവരെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു കോൾ ദ പോലീസ്. പിന്നെ അറിയാലോ, അനാവശ്യമായി ലോക്കൽസിനോടോ പാർട്ടിക്കാരോടോ ഫ്രണ്ട്ഷിപ്പിന് നിൽക്കരുത്. ഇല്ല സർ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ടേക്ക് കെയർ. താങ്ക് യു സർ. ഹലോ ഹലോ, എടി കേൾക്കുന്നുണ്ടോ? ഹലോ. എന്റെ അരവിന്ദാക്ഷൻ സാറേ, ഇവിടെ റേഞ്ച് ഇല്ല. ഞാൻ കുറേ ശ്രമിച്ചതാ. ഈ മൊബൈൽ ഫോൺ കൊണ്ടേ ആകെയുള്ളൊരു പ്രയോജനം എന്താ പറയുക? ഇവിടെ ബാത്റൂമിൽ പോകുമ്പോ വെട്ടം. സാർ ശരിക്കും റിസർവിലായിരുന്നില്ലേ? പിന്നല്ലാതെ. വാഴക്കുളത്തെ വാട്ടർ അതോറിറ്റിയിൽ ഒരു മണികണ്ഠനുണ്ട്. അയാൾ വെള്ളടിച്ച് കിടന്നതിന്റെ പുറത്ത് റിട്ടേണിംഗ് ഓഫീസർ റിസർവിൽ കിടന്നിരുന്ന എന്നെ ഇങ്ങോട്ട് തട്ടി. എന്റെ വിധി. സാറിന് ഇങ്ങനൊരു നരകയാതന അനുഭവിക്കണമെന്ന് യോഗ ഉണ്ടാവും. എന്റെ സ്കൂളിലെ ജോസ് സാർ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി. എന്റെ പൊന്ന് സാറേ, വിശന്നിട്ടാണെങ്കിൽ ജീവൻ പോവുക. കെട്ടിയുള്ള ഫുഡ് പാക്ക് ചെയ്ത് വെച്ചതാ, ധൃതി കാരണം എടുക്കാൻ മറന്നു. അത് സാരല്ല, എന്റെ ബാഗിലെ ബ്രെഡും പഴവും ഉണ്ട്. ബ്രെഡെങ്കിൽ ബ്രെഡ്. വാ വിനോ സാറേ. കഴിഞ്ഞ ഇലക്ഷനെ അതുപോലും കിട്ടിയില്ല. ഇവിടെ റേഞ്ച് തീരെ കുറവല്ലേ? റേഞ്ച് കുറവാ. സാറ് കഴിച്ചായിരുന്നോ? ഇല്ല. ഞാൻ ഈ ഷുഗറിന്റെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. നന്നായി. സാർ, നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? അയ്യോ, ഞാൻ കഴിച്ചു. ഞങ്ങളെ ഫുഡും കൊണ്ട് വന്നാ, മഴ ആയതുകൊണ്ട് ലേറ്റായി. അകത്തേക്ക് കൊടുത്തോളൂ. അവർ കഴിച്ചു കാണത്തില്ല. ഒരാളുണ്ട്. സാറിന് ഫസ്റ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയാ അല്ലേ? എങ്ങനെ മനസ്സിലായി? കുറെ കാലമായില്ല സാറേ പോലീസ് ഉപായിട്ടുണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാവും. ഞാനൊന്ന് കളഞ്ഞു ചോദിച്ചു.
നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ ഞങ്ങൾക്കെതിരെ മൊഴി കൊടുക്കും അല്ലേ? കൊടുക്കും. നിനക്ക് ഏത് കൊമ്പത്ത് പിടിയുണ്ടേലും ഏത് മാളത്തിൽ പോയി നീ ഒളിച്ചാലും നീയും നിന്റെ ഇച്ഛാനും പെടും. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ? അതിനെന്നാ നീ എന്നെ കൊല്ലുവോ? എന്നാ കൊല്ലടാ, കൊല്ലടാ. നീ നിന്റെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ച് ചോദിക്കും എത്ര എണ്ണം ജീവിച്ചിരിപ്പുണ്ടെന്ന്. സ്ഥാനാർത്ഥി ബേബിച്ചൻ അനിയനാ സാറേ. കേസാക്കണം ജോസാറെ. അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ, ഇത് അവരുടെ ലോകം. എന്ത് ലോകം? പ്രിസൈഡിംഗ് ഓഫീസറെ ആക്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാം അവർക്ക്. ഞാൻ വിളിച്ചു പറയട്ടെ സാർ? കേസൊന്നും വേണ്ട സാറേ. എന്താ ഇതൊക്കെ സാറേ? നല്ല അടി കൊടുക്കേണ്ടതാ ഇവനൊക്കെ. ഇവനെ ശരിക്കും പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കേണ്ടതാ. സാർ അറിയിക്കും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കണം. സാറേ മൊബൈലാണോ? ഔതല തന്നെ റേഞ്ച് കിട്ടിയല്ല, ഇതെല്ലാം കണ്ടു കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് വീട്ടിലോട്ട് വിളിച്ചിരുന്നു. ചെല്ല്. ശരി. ഹലോ ആൻസി, കുഞ്ഞോനാ? എന്നതാടി?